അതിനുശേഷം യാഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം ശലോമോന് ഹോമ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുക, പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തതെന്നാൽ, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് മതി. ഞാൻ നിന്റെ പ്രാർത്ഥന 2024 6-ാം മാസം 10-ാം തീയതി ഇങ്ങനെ ഒരു പ്രതിഷ്ഠ നടക്കുന്നതിന് മുന്നമേ, വർഷങ്ങൾക്ക് മുന്നമേ അടിസ്ഥാനമിട്ട അന്ന് മുതൽ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ കത്തിക്കൊണ്ടിരുന്ന പ്രാർത്ഥനയുടെ പൂർണ്ണത 2024 6-ാം മാസം 10-ാം തീയതി പരിശുദ്ധാത്മാവിൽ ദൈവദാസന്മാർ ഒരുമിച്ച് ദൂത് കൈമാറുകയാ. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, ഒരു സംശയവുമില്ല. പ്രാർത്ഥനയുടെ ഈ സ്ഥലത്തിന് യാഗത്തിനുള്ള ആലയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഏതിന്റെ ആലയമായിട്ട്? ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമായിട്ട്, യാഗത്തിനും ഉള്ള സ്ഥലമായി ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ചിലതിനെ അടങ്ങാത്തതിനെയൊക്കെ ചിലതിനെ ഇവിടെ കൊണ്ടുവന്നു. അവൻ ചങ്ങലകളാലും കയറുകളാലും ഒതുക്കാൻ കഴിയാത്ത ചിലതിനെ കൊണ്ടുവന്ന യാഗമാക്കി തീർത്ത് യേശുവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന തീക്കൊള്ളികളായി മാറപ്പെടുന്ന തലങ്ങളിലേക്ക് ഈ സ്ഥലം മാറാൻ പോകുകയാണ്. സംശയമില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ അകത്തളം കത്തുന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് തന്ന സമയത്തിനകത്ത് നിർത്തണം. വേഗത്തിൽ ആലയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ നിന്ന് മുടിക്കേണ്ടതിന് വെട്ടുക്കിളിയോട് കൽപ്പിക്കുകയോ എന്റെ ജനത്തിന്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങൾ ദുർഭാഗ്യങ്ങൾ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥന എന്റെ കണ്ണ് തുറന്നിരിക്കുകയും എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. എന്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാനിപ്പോൾ അതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു തെരഞ്ഞെടുപ്പ് 2024 6-ാം മാസം 10-ാം തീയതി നടന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ഇവിടെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയുണ്ട്. നമുക്ക് 7:5 കൂടി ഒന്ന് വായിച്ച് ആമേ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. 5. ശലോമോൻ രാജാവ് 20,000 കാളയെയും 1,20,000 ആടിനെയും യാഗം കഴിച്ചു. ഇങ്ങനെ രാജാവും സർവ്വജനവും ദൈവാലയത്തെ പ്രതീക്ഷിച്ചു. പുരോഹിതന്മാർ തങ്ങളുടെ ഔദ്യോഗിക അനുസരിച്ച് ലേവ്യർ അവന്റെ ദയക്ക് എന്നേക്കുള്ളത് എന്നിങ്ങനെ അവർ മുഖാന്തരം ദാവീദിന് സ്തോത്രം ചെയ്ത് സമയത്ത് യഹോവയെ സ്തുതിപ്പാൻ ദാവീദ് രാജാവ് ഉണ്ടാക്കിയ യഹോവയുടെ വാദ്യങ്ങളോടുകൂടി നിന്നു. നമുക്കൊരു നിമിഷം എല്ലാവർക്കും എണീറ്റ് നിൽക്കാമോ? ശലോമോൻ രാജാവ് 20,000 കാളയും 1,20,000 ആടുകളെയും അറുത്ത് ആമേൻ യഹോവയുടെ ആലയത്തെ പ്രതിഷ്ഠിച്ചു എങ്കിൽ ഇന്ന് പകൽക്കാലം 20,000 ആ കാളയെയും 1,20,000 ആടിനേക്കാളും രക്തത്തെ വിലമതിപ്പുള്ള കർത്താവ് യേശു ക്രിസ്തുവിനെ പിതാപുത്ര പരിശുദ്ധാത്മാവിനെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ഒരേ സ്വരത്തിൽ സ്തോത്രം ചെയ്യുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ആലയത്തെ ഞങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അന്ത്യകാലഘട്ട ശുശ്രൂഷകൾക്കായി ഞങ്ങൾ പ്രതിഷ്ഠിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സകല മനുഷ്യർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അന്ത്യകാല ശുശ്രൂഷകൾക്കായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ആലയത്തെ ഞങ്ങൾ പ്രതിഷ്ഠിച്ചതായും പ്രഖ്യാപിക്കുന്നു. ആമേൻ. യേശു
ജോർജിന്റെ ആമേൻ ഭവനമായിട്ടല്ല, യഹോവയുടെ ആലയമായി മാറിയിരിക്കുകയാണ്. Praise the Lord. ഞങ്ങൾ പ്രഖ്യാപിക്കുകയാ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഇത് സാക്ഷിയുള്ള ഒരു കൂട്ടാരമായി മാറട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് പകൽക്കാലം ആമേൻ, 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 ഞങ്ങൾ അതിനെ പ്രഖ്യാപിക്കുകയാ, പ്രതിഷ്ഠിക്കുകയാ. ഇന്നു മുതൽ പരിശുദ്ധാത്മാവ് മുഖ്യ കാർമ്മിത്വം നടത്തി ഈ ഹോളിനെ വർദ്ധിപ്പിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും കൃപയായിരിക്കാം.